ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ഒരു സ്കിൽ എന്ന് പറയുന്നത് AI ആൻഡ് ബിഗ് ഡാറ്റ ഫ്ലുവൻസി എന്ന് പറയുന്നതാണ്. അതായത് നമുക്കറിയാം AI എന്ന് പറയുന്നത് ഇന്നിപ്പം വരാൻ പോകുന്നതല്ല, ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്ന വളരെ സ്പീഡിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് AI എന്ന് പറയുന്നത്. അപ്പോൾ AI എന്ന് പറയുന്ന സ്കില്ല് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 10x ആയിരിക്കും, ഡബിൾ ആയിരിക്കും നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു AI ആൻഡ് ഡാറ്റ ഫ്ലുവൻസി എന്നൊരു സിസ്റ്റം നിലവിൽ നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് ടെക്നോളജി പരമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്, അത് അവരാണിത് പഠിക്കേണ്ടതെന്നുള്ള രീതിയിലാണ്. പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ്. ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത്. ഈ മക്ഡൊണാൾഡ്സ് 2020 ഡൈനാമിക് ഈൽഡ് എന്ന് പറയുന്ന ഒരു AI പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡൈനാമിക് മെനു ഉണ്ടാക്കിയെടുത്തു. അതായത് ഇവളുടെ മെനു ഇവളുടെ ഔട്ട്ലെറ്റിന് പുറത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ മെനുവിന് പ്രത്യേകത എന്ന് വെച്ചാൽ ആ മെനു പർട്ടിക്കുലർ ടൈമിനനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ വെതർ, കാലാവസ്ഥ, ടൈം, ട്രാഫിക്, അതുപോലെ തന്നെ പ്രീവിയസ് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള ഹിസ്റ്ററി ഒക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു സെറ്റായിട്ടുള്ളൊരു മെനു അവിടെ വരെ ബിൽഡ് ചെയ്തു. അതായത് ഒരു എക്സാമ്പിൾ പറയാം, നമ്മളിപ്പം ഒരു രാവിലെ നല്ല തണുത്ത ഒരു കാലാവസ്ഥ രാവിലെ ആണെങ്കിൽ നമ്മൾ ആ മെനുവിൽ എന്തായിരിക്കും കാണുന്നുണ്ടാകുക? നല്ല ഹോട്ട് കോഫിയും നല്ല ഹോട്ടായിട്ടുള്ള ബർഗറായിരിക്കും. നല്ല ചൂടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഒരു കോൾഡായിട്ടുള്ള കോക്കും അതിനനുസരിച്ചുള്ള ഭക്ഷണമായിരിക്കും. അതായത് നമ്മളുടെ AI കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു? തിങ്ക് ചെയ്യിപ്പിച്ചു. അതായത് ഈ സമയത്ത്, ഈ ചൂടുള്ള സമയത്ത് എന്തായിരിക്കും നമ്മൾ മനുഷ്യർ ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും കഴിക്കാൻ പോകുന്നത്, ചൂടുള്ള സമയത്ത് എന്തായിരിക്കും മനുഷ്യർ കഴിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെനു അവിടെ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ഗ്രോത്താണ് അവരുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു AI ഓട്ടോമേഷൻ എന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്ററായി പറയാമെന്ന് ഒരു AI ഒപ്റ്റിമൈസേഷൻ എന്നാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു റിപ്പോർട്ട് പ്രകാരം WEFൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 86% കമ്പനികൾ AI എന്ന് പറയുന്ന ഒരു മേഖല ഉപയോഗിച്ചുകൊണ്ട് കമ്പനി കൂടുതൽ റണ്ണ് ചെയ്യാനും കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും പോവുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിലുണ്ടാകുന്ന ടാസ്കുകളൊക്കെ തന്നെ AI ഉപയോഗിച്ച് വളരെ സ്പീഡായിട്ട് ഒരു ഓട്ടോമേഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മൾ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടുന്നത് AI നമ്മുടെ ജോലി ഏറ്റെടുക്കുന്നുള്ളത്. ശരിക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ മനുഷ്യരുടെ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് അതുപോലെ AIയുടെ സഹായത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ടാസ്ക്കാണ്. പക്ഷേ ഇവിടെ ശരിക്കും റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എത്രത്തോളം AI നമുക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാലും തീരുമാനം എടുക്കുന്നത് നമ്മളാണ്, മനുഷ്യരാണ്. അതായത് നമ്മളൊരു ടാസ്ക് തീർക്കാൻ വേണ്ടിയിട്ട് AIയോട് ചോദിക്കും, ഇന്ന ടാസ്ക് ഇതെന്ന് തീർക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ 20-30 ടാസ്കുകൾ അവർ കാണിച്ചു തരും. പക്ഷെ അതിൽ ഏതെടുക്കണം, ഏതാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഏതാണ് വർക്ക് എന്നുള്ളത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് മനുഷ്യർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് AI നമ്മൾ ജോലി കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് പെടത്തില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കണം എന്നുള്ളത്. AI നമുക്ക് എന്താ ചെയ്തിരുന്നത്? ഓപ്ഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഓപ്ഷൻസ് മാത്രമാണ് അവർ തരുന്നത്. എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം ആരതാണ്? നമ്മൾ മനുഷ്യരാണ് തീരുമാനിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഡാറ്റ പ്രകാരം 2030 ആകുമ്പോഴേക്കും ഏകദേശം 30% ടാസ്ക് ചെയ്യുന്നത് മനുഷ്യരായിരിക്കും. അതുപോലെ തന്നെ 33% ടാസ്ക് ചെയ്യാൻ പോകുന്നത് മനുഷ്യരും അതുപോലെ തന്നെ ടെക്നോളജിയും കമ്പൈൻ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഏകദേശം 34% ടാസ്ക് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ടെക്നോളജി ആയിരിക്കും. അപ്പോൾ ഇതിന് നടുവിൽ വരുന്ന ഒരു ടാസ്ക് നമുക്ക് എഫക്റ്റീവായി ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? നമുക്ക് AI കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. AI കൃത്യമായി മനസ്സിലാക്കണമെങ്കിലും AI കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയേണ്ട ആവശ്യമില്ല, അതിനനുസരിച്ച് ടെക്നിക്കൽ കോഡുകൾ അറിയേണ്ടത് ആവശ്യം വരുന്നില്ല. AI സംബന്ധിച്ചിടത്തോളം കോഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. അത് നമുക്കിപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ChatGPT എങ്ങനെ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ChatGPTയോട് എന്ത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ലോജിക് വൈസ് അനലൈസ് ചെയ്തുകൊണ്ട് ചോദിക്കാനും അത് കൃത്യമായിട്ട് അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയും നമുക്കുണ്ടായാൽ തന്നെ AI ഉപയോഗിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നമുക്ക് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ AI നമ്മളുടെ ഒരു തിങ്കിങ് പാർട്ട്ണർ ആക്കണം. നമുക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം എത്ര തന്നെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ട് അത് വർക്കാവുന്നില്ലെങ്കിൽ നമുക്കതിന് ഹെൽപ്പ് ചോദിക്കാം AIയോട്. അതിപ്പം ഒരുപാട് AI നമ്മളെ മുന്നിലുണ്ടല്ലോ.
അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ഒരു തിങ്കിങ് പാർട്ട്ണർ ആക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു പ്രാക്ടീസ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇതായിട്ട് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു സ്കില്ലാണ് അനലറ്റിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. അനലറ്റിക്കൽ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഒരു കമ്പനി, ആ കമ്പനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു കമ്പനിയായിരുന്നു. അവർക്കൊരു ക്ലയൻ്റ് ഉണ്ട്. ആ ക്ലയൻറ്റ് ലീഡുകൾ ഒരുപാട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ക്ലയൻറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഇതായിരുന്നു, അവർക്ക് കൺവേർഷൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ കമ്പനിയിലെ സ്റ്റാഫുകളെല്ലാവരും കൂടി ഒന്നും കൂടി ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെ ക്രിയേറ്റീവിൽ എന്ത് മാറ്റം കൊണ്ടുവന്നാൽ കൂടുതൽ കൺവേർഷൻ വരും, എന്താണ് ടെക്നിക്കലി മാറ്റം വരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ എല്ലാം ചെയ്തിട്ടും എന്ത് സംഭവിക്കുന്നില്ല, അവിടെ ഒരു ലീഡ് വരുന്നുണ്ടെങ്കിലും കൺവേർഷൻ ചെയ്യപ്പെടുന്നില്ല. പക്ഷേ അവിടെ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫ് വേറെ ചെറിയൊരു കാര്യം കണ്ടുപിടിച്ചു. അവിടെ നമ്മൾ ലീഡ് ജനറേഷൻ അവിടെ ഒരു ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്യുമല്ലോ, ആ ചെയ്യുന്നതിൽ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നൊരു മാറ്റം, അതായത് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് ദ പ്രൊഡക്റ്റ് എനി ടൈം സൂൺ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യന് ഒരാൾ നോ എന്ന ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലീഡായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ അവർക്ക് ലീഡ് ഒരുപാട് കിട്ടുന്നത്. അതായത് അവിടെ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, ലീഡ് വരുന്നുണ്ട്, പക്ഷെ കൺവേർഷൻ ആവാത്തതിന് കാരണം പിന്നീട് എപ്പോഴെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇല്ല എന്നുള്ള ഉത്തരം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു ലീഡായിട്ട് അവിടെ പരിഗണിക്കുമ്പോഴേ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പ്രശ്നം നമ്മളെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കതൊരു നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ ഹെൽപ്പ് ചെയ്യും. വളരെ വിശദമായിട്ട് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്ന ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബുക്ക് പ്രകാരം ഓഥർ പറയുന്നത് നമ്മളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 സിസ്റ്റമാണുള്ളത്, സിസ്റ്റം 1ഉം സിസ്റ്റം 2ഉം. സിസ്റ്റം 1 എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിന് ടക്കെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ആൻസർ ചെയ്യും. അതേസമയത്ത് സിസ്റ്റം 2 എന്ന് പറയുമ്പോൾ അവിടെ ഒരു അനാലിസിസ് നടക്കും. ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഒന്നും കൂടെ അനാലിസിസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതൊന്ന് നോക്കിക്കഴിഞ്ഞ് എല്ലാവരും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ആൻസർ ചെയ്യപ്പെടുന്നുള്ളൂ. അതിലുള്ള ബെസ്റ്റായിട്ടുള്ളൊരു ഉദാഹരണം എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ ഒരു റിപ്പോർട്ട് നമ്മൾ കാണുകയാണ്, ഒരു കമ്പനി ഇത്ര കോടി, ഏകദേശം 100 കോടിക്ക് മുകളിൽ ടേൺ ഓവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതിൽ കാണുവാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പം നമ്മൾ സിസ്റ്റം 1 എന്ത് ചിന്തിക്കും, ഓക്കെ ഇവർ നല്ല ടോപ്പായിട്ട് വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ്, അതുകൊണ്ട് ഇവരൊരു ബെസ്റ്റ് കമ്പനിയാണെന്ന രീതിയിലേക്ക് ഒറ്റയടിക്ക് നമ്മൾ സിസ്റ്റം 1 അവിടെ തീരുമാനിക്കും. അതേസമയത്ത് സിസ്റ്റം 2 വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു 5 വൈ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ അനലൈസിസ് നടക്കുന്നത്. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് അവർക്ക് 100 കോടി ബിസിനസ് വന്നിരിക്കുന്നത്. അപ്പോൾ 100 കോടി ബിസിനസ് വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അതൊരു ഗ്രോത്തായി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർക്ക് ഈ ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും ടേൺ ഓവർ ഉണ്ടാക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, എന്തിനാണ് അവർക്ക് അത്ര ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നത്. ക്യാപിറ്റൽ അത്ര ആവശ്യമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യൂണിറ്റ് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടാകേണ്ട മാത്രമേ അത്രയും ഒരു ക്യാപിറ്റൽ അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. മൂന്നാമത്തെ വഴിയാണ്, എന്തിനാണ് ഈ യൂണിറ്റ് എക്കണോമിക്സ് ശക്തമാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ശക്തമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡിസ്കൗണ്ട്സുകൾ കൊടുത്തുകൊണ്ട് നമ്മളെ യൂസേഴ്സിനെ കസ്റ്റമേഴ്സ് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് ഡിമാൻഡ് കാര്യങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുണ്ട്. അടുത്തതാണ്, എന്തിനാണ് അത്രയും ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഡിസ്കൗണ്ട് അത്രയും കൊടുക്കാൻ കാരണം വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കമ്പനീസ് ഇതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുണ്ട്. അവിടെ ഒരു ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സ് നിർമ്മിക്കണമെങ്കിൽ അവിടെ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയാണ് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു കമ്പനിയെ വിശ്വസിക്കണം എന്നുള്ളത്. ഈ കമ്പനി എന്തുകൊണ്ട് വിശ്വസിക്കുന്നത് വെച്ചാൽ ഇവർ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലോയൽ കസ്റ്റമർ നമ്മളെ മുന്നിലേക്ക് വരും. പിന്നീട് സ്ലോലി പ്രൈസ് ഹൈക്ക് ചെയ്യുന്നതിലൂടെ ആ കസ്റ്റമറെ നിലനിർത്താനും വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 5 വഴിയിലൂടെ ഇതൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ 100 കോടി അല്ലെങ്കിൽ അത്രയും വലിയ ടേൺ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആ ഒരു കമ്പനി പറയുന്നുണ്ടെങ്കിലും അവർക്ക് അവരെത്രത്തോളം സക്സസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 5 വഴിയിലൂടെ
കഴിയും. അപ്പോൾ ഈ സിസ്റ്റം 2 എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കമ്പനി ഓണറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സിസ്റ്റം 1 വെച്ച് വർക്ക് ചെയ്യണോ സിസ്റ്റം 2 വെച്ച് വർക്ക് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുക.